Radio 90.23, exploring young minds. With you, it's me, RJ Vaishnavi. And it's me, RJ Minusha. Okay, so Minusha, നമ്മൾ എപ്പോഴും റേഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോ സന്തോഷകരമായ വാർത്തകൾ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ഇന്നത്തെ റേഡിയോ ചെറിയ വ്യത്യാസമുണ്ട്. നമ്മളെ വിട്ട് ഒരു വിട്ടുപിരിഞ്ഞു പോയ ഒരാളെ പറ്റിയാണ് നമ്മളിന്ന്. നിങ്ങൾക്ക് പാട്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. അമ്മയെ പറ്റി നമുക്ക് കുറച്ച് വാക്കുകൾ പറയാനായി മിനുഷ പറയും. അധികം പാട്ടുകളാണ് നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്നത്. ജനനം 1938 ഏപ്രിൽ 23-നാണ്. അതും ആന്ധ്രാപ്രദേശിലാണ് ജനിച്ചത്. അപരനാമങ്ങൾ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി, ജാനകി അമ്മ. ജാനകി അമ്മ എന്നാണ് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്നതും. നമ്മളാരും ജാനകി ചേച്ചി അങ്ങനെ നല്ല നമ്മൾക്ക് ജാനകി അമ്മ തന്നെയാണ്. ആ ഒരു സ്നേഹം കൊടുത്ത് തന്നെയാണ് നമ്മൾ എപ്പോഴും ജാനകി അമ്മയെ കണ്ടിരിക്കുന്നത്, അല്ലെ? അതെ. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് 4 തവണ നേടിയിട്ടുണ്ട്. അത് മാത്രമല്ല, പ്രിയ ഗായിക ജാനകി അമ്മയ്ക്ക് പ്രണാമം. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ വാനമ്പാടി എസ് ജാനകി അമ്മ ജൂലൈ 11-ന് നമ്മെ വിട്ടുപിരിഞ്ഞു. 88-ാമത്തെ വയസ്സിലാണ് നമ്മളെ വിട്ടുപിരിഞ്ഞത്. അതെ, ജാനകി അമ്മ അത്രയും വലിയൊരു ഗായിക. അതെ, അത് മാത്രമല്ല, മലയാളം എന്ന ഭാഷ മാത്രമല്ല, മലയാളം, കന്നഡ, തമിഴ് അങ്ങനെ 17-ലധികം ഭാഷകളിൽ ജാനകി അമ്മ നമുക്ക് പാട്ടുകൾ തന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 48,000 പാട്ടുകളാണ്, 48,000-ൽ അധികം പാട്ടുകളാണ് നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്നത്. ജനനം 1938 ഏപ്രിൽ 23-നാണ്. അതും ആന്ധ്രാപ്രദേശിലാണ് ജനിച്ചത്. അപരനാമങ്ങൾ എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി, ജാനകി അമ്മ. ജാനകി അമ്മ എന്നാണ് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്നതും. നമ്മളാരും ജാനകി ചേച്ചി അങ്ങനെ നല്ല നമ്മൾക്ക് ജാനകി അമ്മ തന്നെയാണ്. ആ ഒരു സ്നേഹം കൊടുത്ത് തന്നെയാണ് നമ്മൾ എപ്പോഴും ജാനകി അമ്മയെ കണ്ടിരിക്കുന്നത്, അല്ലെ? അതെ. മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് 4 തവണ നേടിയിട്ടുണ്ട്. അത് മാത്രമല്ല, സംസ്ഥാന പുരസ്കാരങ്ങൾ നമ്മുടെ കേന്ദ്രം മൊത്തം പത്മഭൂഷൺ നൽകാനായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നിരസിച്ചു. കാരണം എന്താ അറിയോ? എന്താണ്? ദക്ഷിണേന്ത്യൻ കലാകാരന്മാരെ അവഗണിച്ചതുകൊണ്ട് അതിനായിട്ടുള്ള പ്രതിഷേധത്തിലാണ് അത് നിരസിച്ചത്. അതെ, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം റെസ്പെക്ട് ജാനകിയമ്മ ഓരോരുത്തർക്കും കൊടുക്കുന്നുണ്ട്. അതെ, അതും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും ഒക്കെ വേണ്ടി ഓരോ എന്താ പറയാ വോയിസ് മോഡുലേഷൻ. അതെ അതെ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ മാറ്റാം. അതെന്ന് പറയുന്ന ഒരു അപൂർവ കഴിവ് തന്നെയാണ്. അത്രയ്ക്കും വിലപ്പെട്ട ഒരാള് നമ്മളെ വിട്ടുപോയിരിക്കുകയാണ്. അതെ. 2017 മൈസൂരിൽ വെച്ച് നടന്ന ഒരു സംഗീത പരിപാടിയോടെ അവർ പൊതുവേദിയിൽ നിന്നും പിന്നണി ഗാനരംഗത്ത് നിന്നും വിരമിച്ചു. തലമുറകൾ കൈമാറി വന്ന ആ നാദവിസ്മയം ഇനി സംഗീത പ്രേമികളുടെ ഓർമ്മകളിൽ അനശ്വരമായി നിലകൊള്ളും. ജാനകി അമ്മയ്ക്ക് 1000 പ്രണാമം. സോ ഈ പാട്ട് എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തത്? വീട്ടില് പാട്ട് കൂടുതലും വെക്കാറുണ്ട്. പ്രണയം എന്താ പറയാ, പാട്ടിനോടുള്ള പ്രണയമാണ് കൂടുതലും വീട്ടില്. അപ്പം എന്താ പറയാ, കൂടുതലും ജാനകിയമ്മയുടെ പാട്ട് വെക്കും, യേശുദാസിന്റെ പാട്ട് വെക്കും. കൂടുതലും പണ്ടത്തെ പാട്ടിനോടാണ് കൂടുതലും ഇഷ്ടം കൂടുതൽ. അപ്പം വെച്ചിരുന്ന ചില പാട്ടുകളിൽ ഒന്നാണിത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട്, അമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തിൽ പാടാൻ പറ്റിയ ഒരു പാട്ട് അല്ലേ? ഓക്കെ, സോ ദീദി പാടിക്കോളൂ. മലർക്കൊടി പോലെ വണ്ണത്തൊടി പോലെ, മലർക്കൊടി പോലെ വണ്ണത്തൊടി പോലെ, മയങ്ങൂ നീ എൻ മടിമേലേ, മയങ്ങൂ നീ എൻ മടിമേലേ, അമ്പിളി അതെ, ആ പാട്ടിനോടുള്ള ഇഷ്ടം നമുക്ക് കേൾക്കാൻ തന്നെ പറ്റുന്നുണ്ട്. പ്രതിന്റെ നല്ല രസമുണ്ടായിരുന്നു. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? ആടിവാക്കാറ്റ് എന്ന് പറഞ്ഞു. ആടിവാക്കാറ്റ്. ആടിവാക്കാറ്റ് പാടിവാക്കാറ്റ് 1000 പൂക്കൾ നുള്ളിവാ,
പൂമാനം പൊന്നു ഞാനാട്ടം മന്ദാരപ്പൂക്കൾ നുള്ളിവ കാണാ തിരുമുറിവുകളിൽ തൂങ്ങും കുളിരമൃതായി തിരുമുറിവുകളിൽ തൂങ്ങും കുളിരമൃതായി. ജാനകിയമ്മയുടെ പാട്ടുകളൊക്കെ കേൾക്കാറുള്ളതാണോ? ഇഷ്ടമാണല്ലേ പാട്ടുകളൊക്കെ? സോ ഹലോ വിസ്മയ. ഹായ്. വിസ്മയ നമ്മുടെ കൂടെ ഇന്ന് പാട്ട് പാടാൻ വന്നിരിക്കല്ലേ? ഓക്കെ, സോ പാടിക്കോളൂ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിനഴകേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിനഴകേ. ഉയരങ്ങളിലൂടെ പല നാടുകൾ തേടി ഒരു കിന്നാരം മൂളും കുളിരിൻ കുളിരേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിനഴകേ. ലോകം എന്നുള്ള മൂവിയിലൂടെ ഹിറ്റായൊരു സോങ്. അതെ, അതിനു മുമ്പും ഇത് അതെ. വൈറൽ ഹിറ്റാണ്. എന്നാലും ഇപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നു ഇപ്പത്തെ ജനറേഷനത്തെ കുറച്ച് ചെറിയ മക്കളൊക്കെ ഈ പാട്ട് ഇതേ അറിയുള്ളൂ. അതെ. പാടുന്ന മതിലകമന്താരം പൂവിട്ടതളിൽ ഗന്ധർവൻ പാടുന്ന മതിലകമന്താരം പൂവിട്ടതളിൽ ഊഞ്ഞാലേ പാടാമോ ഊഞ്ഞാലേ പാടാമോ മാനത്തെ മാവന്റെ നിഴലിൽ മാമുണ്ടായി പോകാമലമുക്കിനി തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി. അത് ജാനകിയമ്മയുടെ വോയിസ് തന്നെ ഒരു മാജിക് ഉണ്ടല്ലേ? സത്യം. അതെ, അത് നമുക്ക് അത് ആ ജാനകിയമ്മയുടെ എളിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കുഞ്ഞു മക്കളോടും ആൾക്കാരോടൊക്കെ ആ ഒരു ശൈലിയിലാണ്, ആ പാട്ടിന്റെ ആ ഒരു മാധുര്യത്തിലാണ് അമ്മ എപ്പോഴും എല്ലാവരോടും എന്താ പറയാ ഇന്ററാക്ട് ചെയ്യാറ്. ആയിരക്കണക്കിന് പാട്ടുകൾ പാടി വെച്ചിട്ടാണ് പോയത്. അതും 17ഓളം ലാംഗ്വേജസിന്റെ മേലെ, മോർ ദാൻ 17 ലാംഗ്വേജസ്, റൈറ്റ്? അതിലേറെ പാട്ടുകൾ പാടിയിട്ടും നമ്മളെല്ലാവരുടെയും ചെവിയിൽ നമുക്ക് ഇപ്പോഴും മടുത്തിട്ടില്ല, നമ്മളിപ്പോഴും മതിയായിട്ടില്ല അല്ലേ? ജനകമ്മയുടെ പാട്ടില് ഏതാണ് മോശം എന്നൊന്നും പറയാനില്ല, അത്രയ്ക്ക് ഗംഭീരാണ്. എല്ലാം ഒന്നിനൊന്നും ഒന്നിനൊന്ന് മെച്ചമായ പാട്ടുകളാണ്. ജാനകിയമ്മ മലയാളം മാത്രമല്ലല്ലോ, ലാംഗ്വേജസിലും പാടിയിട്ടുണ്ട്. അപ്പൊ തമിഴിലാണെങ്കിലും ഇഷ്ടംപോലെ പാട്ടുകളുണ്ട് ജാനകിയമ്മ പാടിയത്. തേനും വയമ്പും നാവിൽ തോകും വാനം പാടി ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. പിന്നെ അതുപോലെ മിസ്സിന് ഓർമ്മയില്ലേ മറ്റേ സന്ധ്യ ഒക്കെ നൽകി, അതൊരു ഭാഗ്യമാണ്. നമുക്കൊക്കെ ആ ഒരു കേൾക്കാനും പാടാനും ഉള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതെ. സോ താങ്ക് യു നിഷിത മിസ് ആൻഡ് സോ മച്ച്. സോ എത്രയും മാസ്റ്റർ പീസ് തന്നിട്ടുള്ള നമ്മുടെ ജാനകി അമ്മയ്ക്ക് 1000 പ്രണാമങ്ങൾ കേൾക്കൊണ്ട് ഇന്നത്തെ റേഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അതെ. സോ വിത്ത് ദിസ് ഇറ്റ്സ് മീ RJ Minisha and RJ Vaishnavi signing off.